നമസ്കാരം, ലക്ഷ്യ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. മത്സ്യബന്ധനം എന്നൊരു ടോപ്പിക്ക് നമ്മുടെ PSCയുടെ സിലബസുകളിൽ അങ്ങനെ അധികം കാണാത്തൊരു ടോപ്പിക്കാണ് മത്സ്യബന്ധനം. പക്ഷേ ഇപ്പോൾ PSCയുടെ 10ാം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള തസ്തികയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള സിലബസിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മത്സ്യബന്ധനം. അപ്പോൾ നമ്മൾ ആ ഒരു മേഖല അറിഞ്ഞിരിക്കണം. ഇനി മത്സ്യബന്ധനം എന്നൊരു മേഖല എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് തീരപ്രദേശം അല്ലെങ്കിൽ എന്താണ് മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് പോയിന്റ്സ്, പിന്നെ മത്സ്യബന്ധനം, മത്സ്യത്തൊഴിലാളികൾ, മത്സ്യബന്ധന തുറമുഖങ്ങൾ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ അല്ലെങ്കിൽ സർക്കാർ, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വികസനത്തിനുള്ള പലവിധ പദ്ധതികൾ എന്നിവയാണ് ഈ ഒരു മേഖല നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി മത്സ്യബന്ധനം ആ ഒരു മേഖലയിൽ നമുക്ക് തീരപ്രദേശം മുതൽ അങ്ങ് തുടങ്ങാം. തീരപ്രദേശം കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ 10% തീരപ്രദേശം. കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ എത്ര ശതമാനം തീരപ്രദേശം ഉണ്ടെന്ന് ചോദിച്ചാൽ 10%. ഒത്തിരി തവണ PSC മറ്റു പല ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് തീരപ്രദേശം എത്ര ശതമാനമുണ്ടെന്ന്. അത് 10%. കൂടാതെ കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്ര എന്ന് ചോദിച്ചാൽ അത് 580 കിലോമീറ്റർ. ഈ ഒരു ചോദ്യവും ഒത്തിരി PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 580 കിലോമീറ്റർ ആണ്. ഈ ഒരു ചോദ്യത്തിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് 2019 ഏപ്രിൽ മാസത്തിൽ നടന്ന ഒരു ലാസ്കർ എന്നൊരു പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു, കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണെന്ന്. പക്ഷേ അന്ന് ഓപ്ഷനിൽ 580 കിലോമീറ്റർ ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഉത്തരസൂചിക്ക് വന്നപ്പോൾ ഉത്തരം ഉണ്ടായിരുന്നു. ആൻസർ 590 കിലോമീറ്റർ എന്നാണ് കൊടുത്തിരുന്നത്. 590. ഉത്തരത്തിൽ ഓപ്ഷനിൽ 4 ഓപ്ഷനിൽ 580 ഇല്ലായിരുന്നു. പകരം ഓപ്ഷനിൽ ഉണ്ടായിരുന്ന 590 ആണ് PSC ഉത്തരമായി കൊടുത്തിരുന്നത്. അതുകൊണ്ട് കരുതിയിരിക്കണം, 580 കണ്ടില്ലെങ്കിൽ 590 കിലോമീറ്റർ എന്ന ഉത്തരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആൻസർ ചെയ്തുകൊള്ളണം. അപ്പം കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്ര എന്ന് ചോദിച്ചാൽ പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് 580 കിലോമീറ്റർ. പക്ഷേ ഈയിടയ്ക്ക് PSC പരീക്ഷകളിൽ വരുന്ന ഉത്തരമാണ് 2019 ഏപ്രിൽ മാസത്തിൽ ലാസ്കർ എന്നൊരു തസ്തികയ്ക്ക് ചോദിച്ച ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് തീരദേശ ദൈർഘ്യം. അതിലുണ്ടായിരുന്ന ഓപ്ഷനാണ് 590 കിലോമീറ്റർ. അപ്പോൾ കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ അല്ലെങ്കിൽ 590 കിലോമീറ്റർ. ഇനി കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 9 ആണ്. കേരളത്തിലെ 14 ജില്ലകളിൽ എത്ര ജില്ലകൾക്ക് കടൽ തീരമുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം 9 ആണ്. അപ്പൊ കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം 5. പക്ഷേ PSC കൂടുതലും എണ്ണം ചോദിക്കുന്ന കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ചോദിക്കുമ്പോൾ കടൽ തീരം ഇല്ലാത്ത ഏതെങ്കിലും ഒരു ജില്ല ചോദിച്ചിട്ടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് ആ 5 ജില്ലകൾ അറിഞ്ഞിരിക്കണം. അപ്പൊ കേരളത്തിൽ കടൽ തീരമില്ലാത്ത 5 ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 1 പത്തനംതിട്ട, 2 കോട്ടയം, 3 ഇടുക്കി, പാലക്കാട്, 5 വയനാട്. അപ്പൊ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കടൽ തീരം ഉള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. ഇനി കടൽ തീരം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണ്. 82 കിലോമീറ്റർ ആണ് കണ്ണൂരിൽ കടൽ തീരമുള്ളത്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ എത്ര കിലോമീറ്റർ കടൽ തീരം ഉണ്ടെന്ന് ചോദിച്ചാൽ 82 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. അതുപോലെ തന്നെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ അത് കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ല. 37 കിലോമീറ്റർ ആണ് കൊല്ലം ജില്ലയിൽ കടൽ തീരമുള്ളത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം, ഏറ്റവും കൂടുതൽ കടൽ തീരം കണ്ണൂർ. കണ്ണൂരിൽ 82 കിലോമീറ്റർ കടൽ തീരവും കൊല്ലം ജില്ലയിൽ 37 കിലോമീറ്റർ കടൽ തീരവുമാണുള്ളത്. ഇനി കേരളത്തിൽ കടൽ തീരം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല അത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയ്ക്കും ഏകദേശം 82 കിലോമീറ്റർ തന്നെയുണ്ട്. പക്ഷെ കൂടുതൽ കണ്ണൂരാണ്. 81.8 കിലോമീറ്റർ ഒക്കെയാണ് ആലപ്പുഴ ജില്ലയുടെ കടൽ തീരം. അപ്പം കേരളത്തിൽ കടൽ തീരം ഉള്ള ജില്ലകൾ 9 ആണ്. അതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം കണ്ണൂർ ജില്ല, ഏറ്റവും കുറവ് കൊല്ലം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് ചേർത്തലയാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ അത് ചേർത്തലയാണ്. ആലപ്പുഴ ജില്ലയിലാണ് ചേർത്തല താലൂക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല, സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. അതുപോലെ തന്നെ കടൽ തീരമുള്ള ജില്ലകളിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളണം, ഒരു വെറൈറ്റി ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ട് PSC. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളിൽ, അതായത് കേരളത്തിൽ കടൽ തീരമുള്ള ഈ 9 ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം മലപ്പുറമാണ്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. പക്ഷേ പാലക്കാട് ജില്ല എന്താണ്? കടൽ തീരമില്ല. അതുകൊണ്ട് കടൽ തീരമുള്ള ഈ 9 ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് സ്ഥിരം PSC ചോദിക്കാറുണ്ട്. കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് തൃശൂർ കോർപ്പറേഷൻ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ചോദിച്ചാൽ ചേർത്തല താലൂക്കാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. ഇനി കടൽ തീരമുള്ള 9 ജില്ലകളിൽ ഏറ്റവും വലുത് എന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. ഇനി ദേശീയ തീരദേശ ദിനം എന്ന് ചോദിച്ചാൽ അത് ഫെബ്രുവരി 1 ഫെബ്രുവരി 1 ദേശീയ തീരദേശ സംരക്ഷണ ദിനം എന്ന് ചോദിച്ചാൽ അത് ഫെബ്രുവരി 1 പക്ഷെ ഇത് ആചരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. തീരദേശം എന്നൊരു പോയിന്റ് വന്നതുകൊണ്ട് പറഞ്ഞതാണ്. ദേശീയ തീരദേശ സംരക്ഷണ ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 1 പക്ഷെ ഇത് ആചരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഇത് ആചരിക്കുന്നത്. കാരണം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിലവിൽ വന്ന വർഷം 1977 ഫെബ്രുവരി 1 അതുകൊണ്ടാണ് അവർ ഈ ദിനത്തിനെ ഫെബ്രുവരി 1 എന്താണ് ദേശീയ തീരദേശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ നേവി പോലെ അല്ലെങ്കിൽ ആർമി പോലെ അല്ലെങ്കിൽ എയർഫോഴ്സ് പോലെ ഒരു സേനയാണ് ഏത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. അപ്പൊ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിലവിൽ വന്ന വർഷം 1977 ഫെബ്രുവരി 1 അതുകൊണ്ട് ഫെബ്രുവരി 1 ദേശീയ തീരദേശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് തീരപ്രദേശം എന്നൊരു മേഖല നോക്കാം. തീരപ്രദേശം കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം എന്ന് ചോദിച്ചാൽ 10%. അതുപോലെ തന്നെ കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്ര എന്ന് ചോദിച്ചാൽ അത് 580 കിലോമീറ്റർ ആണ്. പണ്ട് മുതൽ PSC ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഉത്തരം എഴുതിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നത് ചില ചോദ്യങ്ങളിൽ എന്താണ് 580 എന്ന ഓപ്ഷൻ വരുന്നില്ല. അതിന് പകരം 590 എന്ന ഓപ്ഷനാണ് ഉള്ളത്. PSC ഉത്തരവും അങ്ങനെ തന്നിട്ടുണ്ട്. 2019 ഏപ്രിൽ മാസത്തിൽ നടന്ന ലാസ്റ്റ് എക്സാമിൽ ഫൈനൽ ഉത്തര സൂചികയിൽ PSC നൽകിയ ഉത്തരം 590 കിലോമീറ്റർ. അതുകൊണ്ട് കരുതിയിരിക്കണം 580 ഓപ്ഷനിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ ചെയ്യാതെ വരരുത്. അവിടെ ഒരു മാർക്ക് നമുക്ക് മിസ്സാവും. ഇനി കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ അത് 9 അപ്പൊ കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. 5 ജില്ലകൾ ഏതൊക്കെയെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. കാരണം താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത കേരളത്തിന്റെ ജില്ല ഏത് എന്ന് ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം കടൽ തീരം ഇല്ലാത്ത 5 ജില്ലകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ല. എത്ര കിലോമീറ്റർ ആണ് കണ്ണൂർ ജില്ലയിൽ കടൽ തീരം ഉള്ളതെന്ന് ചോദിച്ചാൽ അത് 82 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ 37 കിലോമീറ്റർ ആണ് കടൽ തീരമുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് ചേർത്തല താലൂക്കാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ തന്നെ കടൽ തീരമുള്ള 9 ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അറിഞ്ഞിരിക്കണം, മലപ്പുറം ജില്ലയാണ്. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഒരേ ഒരു കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് തൃശൂർ കോർപ്പറേഷൻ ആണ്. ദേശീയ തീരദേശ സംരക്ഷണ ദിനം എന്ന് ചോദിച്ചാൽ അത് ഫെബ്രുവരി 1. ഈ ദിവസം ആചരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ആചരിക്കുന്നത്. കാരണം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിലവിൽ വന്നത് 1977 ഫെബ്രുവരി 1 അതുകൊണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഫെബ്രുവരി 1 ദേശീയ തീരദേശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. ഇനി മത്സ്യം എന്നൊരു മേഖല, ആ ഒരു ടോപ്പിക്കിൽ കുറച്ച് ബേസിക് പോയിന്റ്സ് നോക്കാം. മത്സ്യം, കൺപോളകളില്ലാത്ത ജലജീവി ഏതെന്ന് ചോദിച്ചാൽ അതാണ് മത്സ്യം. കൺപോളകൾ ഇല്ലാത്ത ജലജീവി ഏതെന്ന് ചോദിച്ചാൽ അത് മത്സ്യമാണ്. ഇനി മത്സ്യത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇക്തിയോളജി. മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇക്തിയോളജി. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കണം. മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇക്തിയോളജി. ഇനി മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് നീല വിപ്ലവം. മത്സ്യ
ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് നീല വിപ്ലവം. തിരിച്ചു ചോദിക്കാറുണ്ട്, നീല വിപ്ലവം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം മത്സ്യമാണ്. മത്സ്യം ഉത്തരത്തിൽ ഓപ്ഷനിൽ മത്സ്യം കാണാം. രണ്ട് രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പം മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി ആരംഭിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ അത് നീല വിപ്ലവമാണ്. ഇന്ത്യയിൽ നീല വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി എത്രാമതെന്ന് ചോദിച്ചാൽ അത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാലഘട്ടം 1985 1990 കാലഘട്ടമാണ്. ഇന്ത്യയിൽ നീല വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി എത്രയും ചോദിച്ചാൽ 7. പദ്ധതി കാലഘട്ടം 1985 1990 കാലഘട്ടമാണ്. ഇനി മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്രാവാണ്. 2019 സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 2019 സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം മത്സ്യ ഉൽപാദനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥാനം പറഞ്ഞാൽ 1ാം സ്ഥാനത്ത് തമിഴ്നാട്, 2ാം സ്ഥാനത്ത് ഗുജറാത്ത്, 3ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം കേരളം. 2019 സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം മത്സ്യ ഉൽപാദനത്തിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥാനം പറയുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് തമിഴ്നാടാണ്, 2ാം സ്ഥാനത്ത് ഗുജറാത്ത്, 3ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം കേരളമാണ്. ഇനി കേരളത്തിലെ മത്സ്യ ഉൽപാദനം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഒന്നാമത് കൊല്ലം ജില്ല, 2ാം സ്ഥാനത്ത് ആലപ്പുഴ ജില്ല, 3ാം സ്ഥാനത്ത് എറണാകുളം ജില്ല. കേരളത്തിൽ മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ചോദിച്ചാൽ 1ാം സ്ഥാനം കൊല്ലം ജില്ല, 2ാം സ്ഥാനം ആലപ്പുഴ ജില്ല, 3ാം സ്ഥാനം എറണാകുളം ജില്ല. ഇതിലും ചെറിയൊരു വകഭേദമുണ്ട്. അതായത് സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. ആദ്യം പറഞ്ഞത് ആകെ മൊത്തമുള്ള കേരളത്തിലെ മത്സ്യ ഉൽപാദനമാണ്. അപ്പം ആകെ മൊത്തമുള്ള മത്സ്യ ഉൽപാദനം അല്ലെങ്കിൽ കേരളത്തിലെ മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ചോദിച്ചാൽ കൊല്ലം ജില്ല. പക്ഷേ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ചോദിച്ചാൽ ഉത്തരം കൊല്ലമാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്, ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയാണ്. അപ്പം മത്സ്യ ഉൽപാദനം ചോദ്യം വ്യക്തമായി ശ്രദ്ധിച്ചിരിക്കണം. മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലകളുടെ പട്ടിക നോക്കിയാൽ 1ാം സ്ഥാനം കൊല്ലം, 2ാം സ്ഥാനം ആലപ്പുഴ, 3ാം സ്ഥാനം എറണാകുളം ജില്ലയാണ്. അതിലൊരു വകഭേദം പറയുകയാണെങ്കിൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ചോദിച്ചാൽ കൊല്ലം ജില്ല, ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിന്റെ മത്സ്യ തൊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ അത് കുട്ടനാടാണ്. കേരളത്തിന്റെ മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം അല്ലെങ്കിൽ മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് ചോദിച്ചാൽ ഏതാണ്? കുട്ടനാടാണ്. അപ്പം മത്സ്യ ഉൽപാദനത്തിന്റെ ജില്ലകളുടെ കണക്ക് നോക്കിക്കോളാം. അതുപോലെ തന്നെ സമുദ്ര മത്സ്യ ഉൽപാദനം കൂടാതെ ഉൾനാടൻ മത്സ്യ ഉൽപാദനം. ഇനി കേരളത്തിന്റെ മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ അത് കുട്ടനാടാണ്. ഇനി ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന അല്ലെങ്കിൽ രൂപം കൊള്ളുന്ന കടൽ എന്ന് ചോദിച്ചാൽ അത് അറബിക്കടലാണ്. അറബിക്കടലാണ്. ചാകര എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്ന കടൽ ഏതെന്ന് ചോദിച്ചാൽ അത് അറബിക്കടലാണ്. കൂടാതെ ചാകര എന്ന പ്രതിഭാസം കാണുന്ന ഇന്ത്യൻ തീരം ഏതെന്ന് ചോദിച്ചാൽ അത് തെക്ക് പടിഞ്ഞാറൻ തീരമാണ്. തെക്ക് പടിഞ്ഞാറൻ തീരമാണ്. ചാകര എന്ന പ്രതിഭാസം കാണുന്ന ഇന്ത്യൻ തീരം ഏതെന്ന് ചോദിച്ചാൽ അത് തെക്ക് പടിഞ്ഞാറൻ തീരം. രൂപം കൊള്ളുന്ന കടൽ ഏതെന്ന് ചോദിച്ചാൽ അറബിക്കടലാണ്. ഇത് തിരിച്ചും PSC ചോദിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ മാത്രം കാണപ്പെടുന്ന പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ അത് ചാകരയാണ്. അറബിക്കടലിൽ മാത്രം കാണുന്ന പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചാൽ ചാകരയാണ്. അപ്പം ചാകര എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്ന കടൽ അറബിക്കടൽ, കാണുന്ന ഇന്ത്യൻ തീരം തെക്ക് പടിഞ്ഞാറൻ തീരം. തിരിച്ചു ചോദിച്ചാൽ അറബിക്കടലിൽ മാത്രം കാണപ്പെടുന്ന പ്രതിഭാസം എന്ന് ചോദിച്ചാൽ അത് ചാകര. ചാകരയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ 2 കടപ്പുറങ്ങളാണ്. ഒന്ന് പുറക്കാട്, മറ്റൊന്ന് തുമ്പോളി. കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ 2 കടപ്പുറങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് പുറക്കാടും മറ്റൊന്ന് തുമ്പോളിയുമാണ്. രണ്ടും ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുറക്കാട് കടപ്പുറവും തുമ്പോളി കടപ്പുറവും സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. അപ്പൊ ചാകരയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ 2 കടപ്പുറങ്ങളാണ് പുറക്കാടും തുമ്പോളി. ഈ പുറക്കാട് കടപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ഉണ്ട്, മത്സ്യബന്ധനം അല്ലെങ്കിൽ മറ്റൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ തകഴി ശിവശങ്കരപിള്ള രചിച്ച ചെമ്മീൻ എന്ന നോവലിന്റെ പശ്ചാത്തലമായ കടപ്പുറം എന്ന് ചോദിച്ചാൽ അതാണ് അത് പുറക്കാട് കടപ്പുറമാണ്. ചെമ്മീൻ, നമ്മുടെ തകഴി രചിച്ച ചെമ്മീൻ എന്ന നോവലിന്റെ പശ്ചാത്തലമായ കടപ്പുറം ഏതെന്ന് ചോദിച്ചാൽ അത്
പുറക്കാട് കടപ്പുറമാണ്. അപ്പൊ മത്സ്യം എന്നൊരു മേഖലയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പം കൺപോളകളില്ലാത്ത ജലജീവി ഏതെന്ന് ചോദിച്ചാൽ അത് മത്സ്യമാണ്. മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇക്തിയോളജി. മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് നീലവിപ്ലവം. ഇന്ത്യയിൽ നീലവിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി കാലഘട്ടം അല്ലെങ്കിൽ 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കാലഘട്ടം 1985-90 കാലഘട്ടത്തിലാണ്. ഇനി മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്രാവാണ്. 2019 സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം മത്സ്യ ഉൽപാദനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് തമിഴ്നാടാണ്, 2ാം സ്ഥാനത്ത് ഗുജറാത്തും, 3ാം സ്ഥാനത്ത് നമ്മുടെ കേരളവുമാണ്. ഇനി കേരളത്തിലെ മത്സ്യ ഉൽപാദനം നോക്കുകയാണെങ്കിൽ മത്സ്യ ഉൽപാദനത്തിൽ കേരളത്തിലെ ജില്ലകളുടെ സ്ഥാനം 1ാം സ്ഥാനം കൊല്ലം, 2ാം സ്ഥാനം ആലപ്പുഴ, 3ാം സ്ഥാനം എറണാകുളം ജില്ലയാണ്. ഇനി അതിൽ തന്നെ ഒരു വകഭേദം പറയുകയാണെങ്കിൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ കേരളത്തിൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. അതുപോലെ തന്നെ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. മറ്റൊരു ചോദ്യമാണ് കേരളത്തിന്റെ മത്സ്യ തൊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. മറ്റൊരു പോയിന്റ് ആയിരുന്നു ചാകര. ചാകര എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന കടൽ ഏതെന്ന് ചോദിച്ചാൽ അത് അറബിക്കടലാണ്. ചാകര എന്ന പ്രതിഭാസം കണ്ടുവരുന്ന തീരം, ഇന്ത്യൻ തീരം ഏതെന്ന് ചോദിച്ചാൽ അത് തെക്ക് പടിഞ്ഞാറൻ തീരമാണ്. തിരിച്ചും PSC ചോദിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ മാത്രം കാണപ്പെടുന്ന പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ അത് ചാകരയാണ്. ചാകരയ്ക്ക് പ്രസിദ്ധമായ കേരളത്തിലെ 2 കടപ്പുറങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് പുറക്കാടും മറ്റൊന്ന് തുമ്പോളിയുമാണ്. ഈ 2 കടപ്പുറങ്ങളും സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. പുറക്കാടുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആയിരുന്നു നമ്മുടെ തകഴി രചിച്ച ചെമ്മീൻ എന്ന നോവലിന്റെ പശ്ചാത്തലമായ കടപ്പുറം എന്ന് ചോദിച്ചാൽ അത് പുറക്കാട് കടപ്പുറമാണ്.